ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. പക്ഷേ യുദ്ധക്കളത്തിനപ്പുറം സമുദ്രത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു വലിയ ഭീഷണിയുണ്ട്. പേർഷ്യൻ ഗൾഫിന്റെ കവാടമായ ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ മൂന്നിലൊന്ന് എണ്ണക്കപ്പലുകളും കടന്നുപോകുന്ന ഈ പാതയുടെ താക്കോൽ ഇന്ന് ഇറാന്റെ കൈവശമാണ്. ഒരു നിമിഷം കൊണ്ട് ആഗോള വിപണിയെ തകർക്കാനും എണ്ണവില ഇരട്ടിയാക്കാനും ശേഷിയുള്ള ഇറാന്റെ ഈ മാന്ത്രിക വടി ലോകരാജ്യങ്ങളെ എങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നു? നമുക്ക് നോക്കാം. മാപ്പിൽ നോക്കിയാൽ പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള വെറും ഒരു ചെറിയ വഴി മാത്രമാണിത്. ഇതിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തിന് കേവലം 33 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. എന്നാൽ ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകൾക്ക് പുറം ലോകത്തേക്ക് കടക്കാൻ ഈ ഒരൊറ്റ ഷിപ്പിംഗ് റൂട്ട് മാത്രമേയുള്ളൂ. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഏകദേശം 30% ഒഴുകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലോകത്തിന്റെ എണ്ണനാഡി എന്ന് വിളിക്കാം. ഹോർമസ് കടലിടുക്കിന്റെ വടക്കൻ പ്രദേശം ഇറാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് ഇത് അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് അസറ്റ് ആണ്. അമേരിക്കയോ ഇസ്രയേലോ ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ആക്ഷൻ നടത്തിയാൽ ഇറാൻ പുറത്തെടുക്കുന്ന അവസാനത്തെ ആയുധം ഈ പാത അടയ്ക്കുക എന്നതാണ്. കടലിൽ അത്യാധുനിക സീ മൈൻസ് വിരിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും വേഗതയേറിയ ചെറിയ ബോട്ടുകൾ മുഖേനയും ഈ പാത ബ്ലോക്ക് ചെയ്യാൻ ഇറാന് സാധിക്കും. ഇത് വെറും ഒരു ഭീഷണിയല്ല, മറിച്ച് ലോകരാജ്യങ്ങളെ ഏതു നിമിഷവും സമ്മർദ്ദത്തിലാക്കാൻ ഇറാന്റെ പക്കലുള്ള ഒരു ലീവറേജ് കൂടിയാണ്. ഈ പാത ഒന്ന് തടസ്സപ്പെട്ടാൽ സംഭവിക്കുന്നത് ഒരു ആഗോള ദുരന്തമായിരിക്കും. നിലവിൽ ബാരലിന് $100 താഴെയുള്ള ക്രൂഡ് ഓയിൽ വില ഒറ്റ രാത്രി കൊണ്ട് $200 മുകളിലേക്ക് കുതിച്ചുയർന്നേക്കാം. ഇന്ധനവില കൂടുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചിലവ് വർദ്ധിപ്പിക്കും. ഇത് ലോകമെമ്പാടും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. വിലക്കയറ്റം നിയന്ത്രിക്കാനാകാതെ ലോകം വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങും. എണ്ണ മാത്രമല്ല, പല സുപ്രധാന ചരക്കുകളും നീങ്ങുന്നത് ഇതുവഴിയാണ്. ഇത് ആഗോള വിതരണ ശൃംഖലയെ നിശ്ചലമാക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വളരെ നിർണായകമാണ്. നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം വരുന്നത് ഈ പാതയിലൂടെയാണ്. ഇത് തടസ്സപ്പെട്ടാൽ ഇന്ത്യയിലെ പെട്രോൾ പമ്പുകൾ മുതൽ വൻകിട ഫാക്ടറികൾ വരെ പ്രതിസന്ധിയിലാകും. മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന 90 ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ സുരക്ഷ ഇന്ത്യയുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്നത് വലിയൊരു ഇവാക്വേഷൻ ചലഞ്ച് ആയിരിക്കും. ഇന്ത്യക്ക് ഇസ്രയേലുമായും ഇറാനുമായും ഒരുപോലെ മികച്ച സൗഹൃദമുണ്ട്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായ ചബഹ പോർട്ട് ഇറാനിലാണുള്ളത്. ഈ പദ്ധതിയുടെ ഭാവി പോലും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഹോർമസ് കടലിടുക്ക് എപ്പോഴും തുറന്നു തന്നെ ഇരിക്കണമെന്നുള്ളത് അമേരിക്കയുടെയും ചൈനയുടെയും ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ നേവിയുടെ ഫിഫ്ത് ഫ്ലീറ്റ് എപ്പോഴും ഈ മേഖലയിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. 1980-കളിലെ ടാങ്കർ വാർ കാലത്ത് കണ്ടതുപോലെ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ലോകശക്തികൾ നേരിട്ട് ഇടപെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ചെറിയ പിഴവ് പോലും ഒരു വലിയ വേൾഡ് വാർ ആയി മാറാനുള്ള സാധ്യത ആരും തള്ളിക്കളയുന്നില്ല. ഹോർമസ് കടലിടുക്കിലെ ഈ അശാന്തി ലോകത്തെ ഒരു വൻ പ്രതിസന്ധിയിലേക്കാണോ നയിക്കുന്നത്? ഇറാൻ ശരിക്കും ഈ പാത അടയ്ക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഡിപ്ലോമാറ്റിക് ആയ ചർച്ചകളിലൂടെ ഈ യുദ്ധ സാഹചര്യം ഒഴിവാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ലോക സമാധാനത്തിനായി നമുക്ക് പ്രത്യാശിക്കാം.